1984 ഒക്ടോബർ 31 ഡൽഹി നഗരം പതിവ് പോലെ ഉണർന്നുവെങ്കിലും ആ ദിവസത്തെ പ്രഭാത സൂര്യന് ക്രൂരമായ ഒരു മരവിപ്പുണ്ടായിരുന്നു. ഇന്ത്യയുടെ തലസ്ഥാനത്തിന് മുകളിൽ തളം കെട്ടി നിന്ന ശാന്തത ചതിയുടെയും വരാനിരിക്കുന്ന കൂട്ടക്കൊലയുടെയും ഭീകരമായ നിശബ്ദതയായിരുന്നു. ആ ദിവസം രാഷ്ട്രീയത്തിന്റെ മനസാക്ഷിക്ക് ഏൽക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രഹരം അധികാരം ഉറങ്ങുന്ന മണ്ണിൽ നിമിഷങ്ങൾ എണ്ണിക്കൊണ്ടിരുന്നു. 41 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസം ഉരുക്കു വനിത എന്ന ലോകം വാഴ്ത്തിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി താൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച സ്വന്തം സുരക്ഷ ചുമതലയേൽപ്പിച്ച 2 അംഗരക്ഷകരുടെ വെടിയുണ്ടകളാൽ സ്വന്തം വസതിയിലെ പുൽത്തകടിയിൽ വീണുപോയപ്പോൾ ഇന്ത്യയുടെ ആത്മാവ് ഞെട്ടിവിറച്ചു. ആ വെടിയൊച്ചകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു യുഗത്തിന് തിരശ്ശീലയിട്ടു. ഒപ്പം രാജ്യത്ത് ഭ്രാന്തമായ ഒരു പുകയുടെ കാലത്തിലേക്ക് തുടക്കവുമിട്ടു. ഒരു വ്യക്തിയുടെ മരണം ഒരു സമുദായത്തിന്മേൽ നടന്ന അതിക്രൂരമായ കൂട്ടക്കൊലയായി രൂപാന്തരപ്പെട്ടതോടെ ഇന്ത്യയുടെ മതേതര ഘടനയ്ക്ക് ഏറ്റ ഏറ്റവും വലിയ ആഘാതമായി ആ സംഭവം ചരിത്രത്തിൽ എന്നും നിലനിൽക്കും. ഈ ക്രൂരമായ കൃത്യം രാജ്യത്തെ മറ്റൊരു ഭീകരമായ അധ്യായത്തിലേക്ക് വലിച്ചഴിച്ചു. പ്രധാനമന്ത്രിയുടെ വധത്തെ തുടർന്നുള്ള മണിക്കൂറുകളിൽ ഭ്രാന്തമായ പ്രതികാരത്തിന്റെ വിളയാട്ടം തെരുവുകളിൽ തുടങ്ങി. അടുത്ത 2 ദിവസങ്ങൾ ഇന്ത്യ കണ്ട ഏറ്റവും ദയനീയമായ കൂട്ടക്കൊലയ്ക്ക് സാക്ഷ്യം വഹിച്ചു. 1000-ലധികം നിസ്സഹായരായ സിഖുകാർ വിവേചനരഹിതമായ ആക്രമണങ്ങൾക്ക് ഇരയായി തെരുവുകളിൽ വേട്ടയാടപ്പെട്ടു. ഡൽഹിയിലെ അന്തരീക്ഷം പുകഞ്ഞും കണ്ണീരണഞ്ഞും രക്തത്തിന്റെ ഗന്ധം നിറഞ്ഞു നിന്നു. നീതി തേടിയുള്ള നിലവിളികൾ അപ്പോഴേക്കും ആകാശത്ത് തളം കെട്ടി നിന്നു. 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധിക്ക് തികച്ചും സാധാരണമായൊരു ദിവസമായിരുന്നു. തന്റെ ഔദ്യോഗിക വസതിയായ 1 സഫ്ദർജംഗ് റോഡിൽ നിന്ന് അവർ പുറത്തിറങ്ങിയത് പ്രശസ്ത ബ്രിട്ടീഷ് നടൻ പീറ്റർ ഉസ്റ്റിനോവിന്റെ നേതൃത്വത്തിലുള്ള ഐറിഷ് ടെലിവിഷൻ സംഘവുമായി നിശ്ചയിച്ച കൂടിക്കാഴ്ചയ്ക്കായിട്ടാണ്. പ്രധാനമന്ത്രിയുടെ വസതി സമുച്ചയത്തിന്റെ ഭാഗമായ 1 അക്ബർ റോഡ് ബംഗ്ലാവിന്റെ പുൽത്തകടിയിലേക്ക് നടന്നു തുടങ്ങിയ ആ നിമിഷമായിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിശ്വാസവഞ്ചനയ്ക്ക് സാക്ഷിയായത്. അവരുടെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന 2 സിഖ് അംഗരക്ഷകരായ സത്വന്ത് സിംഗും ബിയാത് സിംഗും തോക്കുകൾ പുറത്തെടുത്ത് വെടിയുയർത്തു. 30-ലധികം വെടിയുണ്ടകളാണ് ഇന്ദിരാഗാന്ധിയുടെ ശരീരത്തിൽ തുളച്ചു കയറിയത്. വെടിവെപ്പിന്റെ ബഹളം കേട്ട് മരുമകൾ സോണിയാഗാന്ധി അമ്മയെ അമ്മയെന്ന് അലറിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഓടിയിറങ്ങി. ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് ഓടിച്ച വെള്ള അംബാസഡർ കാറിൽ സോണിയാഗാന്ധി ഇന്ദിരയുടെ തല തന്റെ മടിയിൽ വെച്ചു. ഇന്ദിരാഗാന്ധി അപ്പോഴേക്കും മരണത്തിന് കീഴടങ്ങിയിരിക്കാം. എന്നിരുന്നാലും ഡോക്ടർമാർ മണിക്കൂറുകളോളം തടസ്സമില്ലാതെ രക്തപ്പകർച്ച നൽകിക്കൊണ്ടിരുന്നു. പക്ഷെ വിധി മാറ്റിയെഴുതാനാവില്ല. അതേസമയം കൊലയാളികളെ സ്ഥലത്തുണ്ടായിരുന്ന മറ്റു ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ കീഴ്പ്പെടുത്തി. ബിയാത് സിംഗ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ സത്വന്ത് സിംഗ് പിന്നീട് വിചാരണ നേരിടുകയും 1989 തൂക്കിലേറ്റപ്പെടുകയും ചെയ്തു. ഈ കൊലപാതകത്തെ വിദഗ്ധരും പൊതുജനങ്ങളും കണ്ടത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷമുള്ള സംഘർഷങ്ങളുടെ നേരിട്ടുള്ള അനന്തരഫലമായിട്ടാണ്. സിഖ് വിശ്വാസികൾക്ക് ഏറ്റവും പവിത്രമായ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ഒളിച്ചിരുന്ന തീവ്രവാദി സിഖ് നേതാവായ ജർണിയൽ സിംഗ് ഭിന്ദ്രൻവാലയെയും അനുയായികളെയും നീക്കം ചെയ്യാൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ സൈന്യത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. സുവർണ ക്ഷേത്രത്തിൽ നടന്ന ഈ സൈനിക നടപടി സിഖ് സമൂഹത്തിന്റെ വലിയൊരു വിഭാഗത്തിന്റെ മനസ്സിൽ കനലരിയിച്ചു. എന്നാൽ തന്റെ വിശ്വസ്തരുടെ കൈകളാൽ താൻ കൊല്ലപ്പെടുമെന്ന് ഇന്ദിരാഗാന്ധി സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇന്ദിരാഗാന്ധി അഭിമാനത്തോടെ ബിയാത് സിംഗിനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞ വാക്കുകൾ അതിനുദാഹരണമാണ്. ഇദ്ദേഹത്തെ പോലെ സിഖുകാർ എനിക്കൊപ്പമുള്ളപ്പോൾ എനിക്ക് എന്തിനു പേടി? ആ വാക്കുകൾ രാജ്യം പിന്നീട് കണ്ണീരോടും വിങ്ങലോടും കൂടി ഓർത്തെടുത്തു. ഈ കൊലപാതകത്തിലൂടെ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ് കൊല്ലപ്പെടുക മാത്രമല്ല, സുരക്ഷാ സംവിധാനങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ അടിത്തറ തന്നെ ഇളക്കപ്പെടുകയാണ് ചെയ്തത്. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തെ തുടർന്ന് രാജ്യ തലസ്ഥാനത്ത് പൊട്ടിപ്പുറപ്പെട്ട ആക്രമസക്തമായ സിഖ് വിരുദ്ധ കലാപങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത ഏടുകളായി ഇപ്പോഴും നിലനിൽക്കുന്നു. നിരപരാധികളായ സിഖുകാരെ തിരിഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്ത ദിവസങ്ങളായിരുന്നു അത്. പലയിടങ്ങളിലും ഭരണകൂടത്തിന്റെ മൗനാനുവാദത്തോടെയാണ് കലാപങ്ങൾ അരങ്ങേറിയതെന്ന ആരോപണങ്ങളും ശക്തമായിരുന്നു. 100 കണക്കിന് സിഖ് കുടുംബങ്ങൾ വേട്ടയാടപ്പെടുകയും അവരുടെ സ്വത്തുക്കൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഈ തീരാ ദുരിതം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായത്തിന് വഴിയൊരുക്കി. ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർത്തപ്പെട്ടു. എന്നാൽ 1984 ഒക്ടോബർ 30 ആ ദിനം ഇന്നും ഇന്ത്യൻ മനസാക്ഷിയെ വേട്ടയാടുന്ന ഒരിക്കലും ഉണങ്ങാത്ത മുറവായി നിലനിൽക്കുന്നു. ഒരു പ്രധാനമന്ത്രിയുടെ ദാരുണമായ അന്ത്യം മാത്രമല്ല,
ഒരു രാഷ്ട്രീയത്തിന്റെ മതേതര മനസാക്ഷിക്ക് ഏറ്റ കളങ്കം കൂടിയായിരുന്നു ആ സംഭവം. നീതിപൂർണമായി നടപ്പിലാക്കാത്തതിന്റെ വേദനയും കൂട്ടക്കൊലയുടെ ഭീകരതയും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് ഇന്ത്യയുടെ ജനാധിപത്യ ഘടനയ്ക്ക് ഏറ്റ ആ വലിയ ആഘാതം ഇന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്.